ഹലോ, കെമിസ്ട്രി 10th സ്റ്റാൻഡേർഡ് 4th ചാപ്റ്ററിൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് എയർ എടുത്തു വെച്ചിരിക്കുക, അല്ലെങ്കിൽ എന്താണ് വാതകം കുറച്ച് നമ്മൾ ആ ഒരു കണ്ടന്റ് കുറച്ച് എയർ ഒരു പാത്രത്തിൽ എടുത്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ 5 ഡിഗ്രി സെൽഷ്യസ് ആണ് അവിടെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഊഷ്മാവ് കൂടിയതായിട്ട് പറഞ്ഞിട്ടുള്ളത്. ചോദ്യം ഇതാണ്, അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമുക്കറിയാം, ഒരു പാത്രത്തിൽ അടച്ചു മൂടപ്പെട്ട ഒരു പാത്രത്തിൽ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആ ഒരു പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് കൂടും. അതായത് അത് പെട്ടെന്ന് സഞ്ചരിക്കാൻ തുടങ്ങും, അതിന്റെ സ്പീഡ് കൂടും. രണ്ടാമത്തത്, സ്പീഡ് കൂടിയാൽ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഗതികോർജ്ജം കൂടും. ഗതികോർജ്ജം കൂടിയാൽ എന്ത് പറ്റും? കൂട്ടിയിടിക്കുന്നത് എണ്ണം കൂടും, പരസ്പരം കൂട്ടിയിടി നടക്കും. അതുപോലെ തന്നെ വോൾസ് ഓഫ് ദ കണ്ടെയ്നറുമായിട്ടും എല്ലാം പോയി കൂട്ടിയിടികൾ നടക്കും. ഇത്രയും കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. സോ ഒന്നാമത്തത്, ഗതികോർജ്ജം കുറയുന്നു, അത് തെറ്റാ. ഗതികോർജ്ജം കുറയുക എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി കുറയുകയല്ല, അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ, വാതക മർദ്ദം കൂടുന്നു, കൂട്ടിയിടികൾ കൂടും, അപ്പൊ പ്രഷർ കൂടും, മർദ്ദം കൂടും. ശരിയാണ്. അത് കാരണം കൈനറ്റിക് എനർജി കൂടുതൽ കിട്ടും, കൂടുതൽ മൂവ് ചെയ്യും, അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് കൂട്ടിയിടിക്കാൻ തോന്നും, പ്രഷർ കൂടും. തന്മാത്രകളുടെ കൂട്ടിക്കൂട്ടലുകളുടെ എണ്ണം കുറയുകയല്ല, കൂടുകയാണ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ ആ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് വാതകത്തിന്റെ നീക്കം കൂടുകയാണ് ചെയ്യുന്നത്. തന്മാത്രകളുടെ ചലന വേഗത കൂടുന്നു, സ്പീഡ് കൂടുന്നതുകൊണ്ടാണ് കൈനറ്റിക് എനർജി കൂടുന്നത്. വേഗത കൂടിയാൽ ഗതികോർജ്ജം കൂടും. രണ്ടാമത്തത്, ഇവിടെ നമുക്ക് 3 ഡിഫറെന്റ് സൈസിലുള്ള ബലൂൺ തന്നിരിക്കുക. പക്ഷെ ഇതെല്ലാം ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ട് ഒരേ ബലൂൺ ആയിരുന്നു. ആ ബലൂൺ ഡിഫറെന്റ് സമയം, അതായത് ഇതിനെ നമ്മൾ വെറുതെ പറത്തി വിട്ടു, മേളിലേക്ക് പറത്തി വിട്ടു. അപ്പോൾ ഓരോ ഹൈറ്റ് അത് റീച്ച് ചെയ്തപ്പോഴും ഉണ്ടായ ഡിഫറെന്റ് വോളിയം ആണ് ആ ബലൂണിന്റെ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മളോടുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ XYZ ഏറ്റവും ഉയരത്തിൽ ഏത് ബലൂണാണ് എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും മേളിലെത്തുമ്പോൾ ബലൂണിന്റെ സൈസ് ഏതായിരിക്കും എന്നാണ് ചോദ്യം. അത് Y ആണ് ഉത്തരം. അതെങ്ങനെ കണ്ടുപിടിക്കുക? അതായത് ഏറ്റവും വോളിയം കൂടുതലാണെന്ന് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതാ വൈക്കാണ് ഏറ്റവും വോളിയം കൂടുതൽ. അപ്പൊ അതിന്റെ ആൻസർ Y ആണ്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. ഒരു വസ്തു മുകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് പ്രഷർ, മർദ്ദം കുറഞ്ഞു വരികയാണ്. അതായത് മർദ്ദം കുറഞ്ഞു, പ്രഷർ ഡിക്രീസ്. പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ ബോയിൽസ് നിയമം വെച്ചിട്ട് എന്ത് കൂടണം? വോളിയം കൂടണം. കാരണം ബോയിൽസ് ലോ എന്ന് പറയുന്നത്, ബോയിൽ നിയമം എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അത് നിർബന്ധമാണ്. BT ഓർക്കുക, BT ബോയിൽസ് ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. പ്രഷർ കുറച്ചാൽ വോളിയം കൂടുമെന്നാണ് ബോയിൽ പറഞ്ഞത്. അതായത് പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അതായത് പ്രഷർ കൂട്ടിയാൽ വോളിയം കുറയും, പ്രഷർ കുറച്ചാൽ വോളിയം കൂടും. അതിനനുസരിച്ച് ഒരു വസ്തു നമ്മൾ അല്ലെങ്കിൽ ഈ ബലൂൺ മുകളിലേക്ക് പറന്നുയർന്നു പോകുമ്പോൾ പ്രഷർ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ എന്ത് കൂടണം? വോളിയം കൂടണം. അപ്പോൾ ഇതിനാണ് ഏറ്റവും കൂടുതൽ വോളിയം, ഇതാണ് ഏറ്റവും മണ്ടയിലേക്ക് എത്തി നിൽക്കുന്നത്, മുകളിൽ എത്തി നിൽക്കുന്നത്. കാരണം അവിടെ പ്രഷർ കുറവായിരിക്കും, വോളിയം അപ്പോൾ കൂടി വരും. ഏത് നിയമമാണിത്? ബോയിൽസ് നിയമം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഓക്കെ, ഇത് അതിന്റെ ആൻസർ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 30 ഡിഗ്രി സെൽഷ്യസിൽ 500 മില്ലിലിറ്റർ വ്യാപ്തമുള്ള വായു നിറച്ച 2 ബലൂണുകളാണുള്ളത്. ഒന്നിനെ വെയിലത്തും മറ്റൊന്നിനെ എവിടെ കൊണ്ടും വെച്ചു? ഫ്രീസറിലും വെച്ചു. എങ്കിൽ എന്ത് നമുക്ക് കാണാൻ പറ്റും? അല്ലെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ ആണ് ചോദ്യം. ക്വസ്റ്റ്യൻ എന്താണ്? 500 മില്ലിലിറ്റർ ഉള്ള 2 ബലൂണുകളെ നമ്മൾ 30 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചിരിക്കുകയായിരുന്നു. ഒന്നിനെ വെയിലത്ത് കൊണ്ടുവച്ചു. വെയിലത്ത് എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ ഉറപ്പായിട്ട് കൂടും, 38 ഒക്കെ ആയിട്ട് വെച്ചോ. വേറെ ഒരെണ്ണം തണുപ്പത്ത് കൊണ്ടുവച്ചു, -5 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റുന്നത് വോളിയവും ടെമ്പറേച്ചറുമാണ്. നമുക്കറിയാം ചാൾസ് ലോ ആണ്. ഏതിലോ? ചാൾസ് ലോ ആണ് വോളിയവും ടെമ്പറേച്ചറും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. അതായത് ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ടെമ്പറേച്ചർ കൂടുമ്പോൾ വോളിയവും കൂടണം. അതിന്റെ കോൺസ്റ്റന്റ് ഏതാണ്? കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കേണ്ട അപ്പൊ ആരാണ്? പ്രഷർ.
CP എന്ന് കൊടുക്കണം. CP നേരത്തെ ഞാൻ പറഞ്ഞത് BT, ബോയിൽസ് ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ചാൾസ് ലോയിൽ പ്രഷർ കോൺസ്റ്റന്റ്. പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ടെമ്പറേച്ചർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടും? വോളിയം. എന്തും പറയാം നമുക്ക് വോളിയം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് വോളിയം കൂടും എപ്പോൾ? ടെമ്പറേച്ചർ കൂടുമ്പോൾ. നോക്കിക്കേ, ഇവിടെ 38 ഡിഗ്രി സെൽഷ്യസ് അല്ല ടെമ്പറേച്ചർ കൂടുതൽ. അപ്പൊ ഇതിന്റെ വോളിയം എന്ത് ചെയ്യും? വെയിലത്ത് വെച്ചത് വികസിച്ചു വരികയും ഇത് ചുരുങ്ങി പോവുകയും ചെയ്യും. 5 ഡിഗ്രി സെൽഷ്യസിൽ വെച്ചത് ചുരുങ്ങി വരികയും ചെയ്യും. കാരണം ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കുറഞ്ഞു. ഓക്കെ അല്ലേ? ഏതിലാണ്? ചാൾസ് ലോ ആണ്. ചാൾസ് ലോയിൽ കോൺസ്റ്റന്റ് പ്രഷർ ആണ്. വോളിയം കൂടും എപ്പോൾ? ടെമ്പറേച്ചർ കൂടുമ്പോൾ. അതപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കണ്ടുപിടിച്ച ബന്ധം ഊഷ്മാവും അതുപോലെ തന്നെ വ്യാപ്തവും. വ്യാപ്തവും ഊഷ്മാവുമാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? വ്യാപ്തം എന്ന് പറഞ്ഞാൽ വോളിയവും ഊഷ്മാവും ടെമ്പറേച്ചറും ആണ്. അത് രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോ ചാൾസ് ലോ ആണ്. ചാൾസ് ലോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആണ്. ചാൾസ് ലോ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ. ബോയിൽസ് ലോ എന്ന് പറയുന്നത് ഇങ്ങനെ ഓർക്കണം. BC, B കഴിഞ്ഞാൽ A, BC, B കഴിഞ്ഞാൽ C. BC TP നോക്കിയിരിക്കുക. BC TP. ബോയിൽസ് ലോയിൽ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ്, ചാൾസ് ലോയിൽ പ്രഷർ കോൺസ്റ്റന്റ്. അപ്പൊ ബോയിൽസ് ലോയിൽ ആരൊക്കെയാണ് മാറുന്നത്? പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. പ്രഷർ കൂടിയ വോളിയം കുറയും. ഇവിടെയോ T ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം, അല്ലെങ്കിൽ വോളിയം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് കൂടും? വോളിയം കൂടും. അതാണ് ചാൾസ് ലോ എന്ന് പറയുന്നത്. ഇനി ഒരു ലോ കൂടിയില്ല, അവഗാഡോ ലോ. അവഗാഡോ ലോയിൽ ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റന്റ് ആണ്. എന്നിട്ട് പറയുക വോളിയം കൂടിയാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എണ്ണവും കൂടും. വോളിയം കൂടിയാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എണ്ണവും കൂടും. ഇവിടെ ടെമ്പറേച്ചറും പ്രഷറും എന്താണ്? കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അപ്പോൾ വോളിയം കൂടിയാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉറപ്പായിട്ട് കൂടും. സെയിം വോളിയം ആണ് എടുത്തെങ്കിൽ അക്കോർഡിംഗ് ടു അവഗാഡോ ലോ സെയിം വോളിയം ഗ്യാസസ് എടുത്താൽ അതിനകത്ത് എല്ലാം കാണുന്നത് ഈക്വൽ എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾസ് ആയിരിക്കും. ഇനി അടുത്തത് ചുവടെ തന്നിരിക്കുന്നവയിൽ മോൾ കണക്കാക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മോൾസിന്റെ 3 ഇക്വേഷൻസ് ആണ്. മോൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 3 നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിട്ടുള്ള മാസ്, ഗിവൺ മാസ് ബൈ മാസ് എടുത്താൽ നമുക്കറിയാം എല്ലാ മോളാർ മാസിലും. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ 1 ഗ്രാം H2 എടുക്കുന്നു, 2 ഗ്രാം ആണ്. 2 ഗ്രാം എടുത്താൽ എന്തുണ്ട്? ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മാസ്, അതായത് ഓരോ പർട്ടിക്കുലർ എലമെന്റിന്റെയും അല്ലെങ്കിൽ മോളിക്യൂളിന്റെയും മാസസ്. ആ ഒരു ഇപ്പൊ ക്ലോറിൻ എന്ന് പറയുന്ന ആ ഒരു ആറ്റത്തിന്റെ മാസ് 35.5. ക്ലോറിൻ മോളിക്യൂൾ Cl2യുടെ മാസ് എത്രയാണ്? 71 ആണ്. അത്രയും ഗ്രാംസ് നമ്മൾ എടുത്തെങ്കിൽ അതിനകത്ത് എത്ര മോൾ കാണും? 1 മോൾ. അതിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ, അറ്റോമിക് മാസ് നമ്പർ അതിനെ നമ്മൾ ഗ്രാമിൽ എക്സ്പ്രസ് ചെയ്താൽ നമുക്ക് എന്തായി? മോളാർ മാസ്. അത്രയും അധികം സംഭവം എടുത്താൽ എന്തെടുക്കും? അത്രയും ഗ്രാം സംഭവങ്ങൾ എടുത്താൽ അതിനകത്ത് 1 മോൾ കാണും. അടുത്ത നമ്പർ ഓഫ് മോളിന്റെ ഇക്വേഷൻ given liters by 22.4 liters. എന്താണ് ഈ 22.4? 1 മോൾ എന്ത് വസ്തു എടുത്താലും അതിനകത്ത് 22.4 ലിറ്റർ ആ ഒരു വോളിയം കാണണം. അതുകൊണ്ട് ഇതിനെ മോളാർ വോളിയം എന്നാണ് വിളിക്കുന്നത്. അടുത്ത നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് given number of particles. given number of particles. പാർട്ടിക്കിൾ ആണ് എടുക്കുന്നതെങ്കിൽ 1 മോൾ എന്ന് പറയുന്നത് എണ്ണയാണ്. എണ്ണ എന്ന് പറഞ്ഞാൽ എന്താ? അവഗാഡോ നമ്പർ. അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എടുത്താൽ അതിനകത്ത് 1 മോൾ ആയിരിക്കും ഉണ്ടാവുക. അതിനകത്ത് 1 മോൾ ആയിരിക്കും ഉണ്ടാവുക. സോ ഇത് 3 നമ്മുടെ ഇക്വേഷൻസ്. ഇത് 3 നമ്മുടെ മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മാസ് എന്നാൽ അത് മോളാർ മാസുമായിട്ട് ഡിവൈഡ് ചെയ്യുക. കാരണം മോളാർ മാസിൽ നമ്മൾ ഒരു വസ്തു എന്താണ്? അറ്റോമിക് മാസിന് തുല്യമായിട്ടുള്ള ഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ? അതിൻ്റെ അകത്ത് 1 മോൾ കാണും. അതുപോലെ 22.4 ലിറ്റേഴ്സ് വോളിയം എടുത്താൽ അതിൻ്റെ അകത്ത് 1 മോൾ കാണും. അതുപോലെ തന്നെ അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എടുത്താൽ അതിൻ്റെ അകത്ത് 1 മോൾ കാണും. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1, 2, 3, 4 10,000 ജലതന്മാത്രകൾ നടന്നിരിക്കുന്നത്. 10,000 ജലതന്മാത്രകൾ. അപ്പോൾ പാർട്ടിക്കിളുമായിട്ട് ബേസ് ചെയ്ത് തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ മോളിക്യൂൾ എന്നാണ് അർത്ഥം. അപ്പൊ മോളിക്യൂൾ അല്ലെങ്കിൽ പാർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ 1,00,000 കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ, അവിടെ മോളിക്യൂൾ അല്ലെങ്കിൽ പാർട്ടിക്കിൾ ആണ്. അപ്പോൾ ആ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡോ നമ്പർ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ 1, 2, 3, 4, 5 1000 ഹൈഡ്രജൻ മോളിക്യൂൾസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 6.022 × 10⁻23 വളരെ സിമ്പിൾ ആണ്. കാരണം അവഗാഡോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്, ഗ്ലൂക്കോസ് ആണ് എടുത്തത്. അവഗാഡോ നമ്പർ എന്തെടുത്താലും അതിനകത്ത് എത്ര മോളെ കാണത്തുള്ളൂ?
ഡിവൈഡ് ചെയ്താൽ മതി. അവഗാഡോ നമ്പർ കൊണ്ട് നോക്കിക്കോ. ജലതന്മാത്ര നോക്കിയ കണികകൾ അല്ലെങ്കിൽ മോളിക്യൂൾ അല്ലെങ്കിൽ പാർട്ടിക്കിളിന്റെ എണ്ണം എത്രയാ? 10,000 ആണ്. ഡിവൈഡഡ് ബൈ അവഗാഡോ നമ്പർ. അപ്പൊ ജലത്തിന്റെ എന്ത് കിട്ടും? മോളിക്യൂൾസിന്റെ, വാട്ടർ മോളിക്യൂൾസിന്റെ എണ്ണം കിട്ടും. അതുപോലെ തന്നെ 1 2 3 4 5 1 ലക്ഷം കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എടുത്താലോ 1 lakh ഡിവൈഡഡ് ബൈ 6.022 into 10⁻23. അതുപോലെ 1 ലക്ഷം ഹൈഡ്രജൻ എടുത്താലും നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബൈ അവഗാഡോ നമ്പർ 1 ലക്ഷം ബൈ 6.022 into 10⁻23. ഇനി 6.022 into 10⁻23 ഗ്ലൂക്കോസ് തന്മാത്രകളാണ് എടുത്തെങ്കിലോ നമുക്കറിയാം ഏതൊരു വസ്തു അവഗാഡോ നമ്പർ എടുത്താൽ അത് ഒറ്റ മോളെ കാണുന്നുള്ളൂ. 6.022 into 10⁻23 divided by 6.022 into 10⁻23 എന്ന് വരും. നമ്പർ ഓഫ് മോൾസ് is equal to, നമ്മളിവിടെ ഒരു ഫോർമുല കണ്ടു. നമ്പർ ഓഫ് മോൾസ് is equal to given number of particle by n എന്ന് പറഞ്ഞാൽ എന്താ? അവഗാഡോ നമ്പർ. അപ്പൊ ലാസ്റ്റ് കേസിൽ പാർട്ടിക്കിളിന്റെ എണ്ണം തന്നിരിക്കുന്നത് എത്രയാ? 6.022 into 10⁻23 divided by n എന്ന് പറഞ്ഞാൽ എത്രയാ? 6.022 into 10⁻23. ഇത് രണ്ടും വെട്ടിപ്പോയിട്ട് 1 മോൾ എന്ന് ഉത്തരം കിട്ടും. എത്ര മോൾ എന്നാണ് ഉത്തരം കിട്ടുന്നത്? 1 മോൾ. അപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. നമ്പർ ഓഫ് മോൾ കണ്ടുപിടിക്കാൻ മാസ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അതുപോലെ തന്നെ ലിറ്റേഴ്സ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഗിവൺ ലിറ്റേഴ്സ് ബൈ 22.4 ലിറ്റേഴ്സ്. അതുപോലെ തന്നെ പാർട്ടിക്കിൾ ആ രീതിയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ആറ്റംസ് മോളിക്യൂൾസ് ആ രീതിയിലാണ് തന്നിരിക്കുന്നതെങ്കിൽ ഗിവൺ നമ്പർ ഓഫ് പാർട്ടിക്കിൾ ബൈ അവഗാഡോ നമ്പർ എന്നാണ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, 1 മോൾ ഹൈഡ്രജൻ തന്മാത്രകളുടെ ഭാരം 2 ഗ്രാം ആണ് എന്നറിയാമല്ലോ. അതായത് H2 എന്ന് പറയുന്നതിന്റെ മാസ് നമുക്ക് 2 ആണെന്നറിയാം, മാസ് നമ്പർ. അത് 2 ഗ്രാം എടുത്താൽ അതിനകത്ത് എത്ര മോൾ കാണും? 1 മോൾ കാണും. 2 ഗ്രാം എടുത്താൽ എത്ര മോൾ കാണും? 1 മോൾ. അത് നമുക്കറിയാം. മാസ് നമ്പറിന് തുല്യമായിട്ടുള്ള ആ ഗ്രാം എടുത്താൽ നമുക്ക് അതിനകത്ത് 1 മോൾ കാണുമെന്ന് അറിയാം. 2 ഗ്രാം ഹൈഡ്രജൻ വാതകത്തിൽ എത്ര തന്മാത്രകൾ ഉണ്ടെന്നാണ് ചോദ്യം. ഗിവൺ മാസ് നമുക്കറിയാം 2 ഗ്രാം എന്ന് പറഞ്ഞാൽ ആ ഒരു എടുത്ത മോളിക്യൂൾസിൽ 1 മോളാണ് വസ്തു ഉള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോൾസ് is equal to ഗിവൺ മാസ് ബൈ മോളാർ മാസ് ആണല്ലോ. ഗിവൺ മാസ് എത്രയാ? 2 ഗ്രാം ആണ് നമുക്കിപ്പോൾ എടുത്തിട്ടുള്ളത്. നോക്കിയേ, 2 ഗ്രാം ഹൈഡ്രജൻ വാതകത്തിൽ എത്ര തന്മാത്രകൾ ഉണ്ടായിരിക്കുന്ന ചോദ്യം. അതിന് നമ്പർ ഓഫ് മോൾസ് ആദ്യം കണ്ടുപിടിക്കുക. ഗിവൺ മാസ് 2, മോളാർ മാസ് ഹൈഡ്രജന്റെ 2 1 മോൾ. നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ 1 മോൾ വസ്തു എന്തെടുത്താലും അതിനകത്ത് 6.022 into 10⁻23 പാർട്ടിക്കിൾ കാണും. 6.022 into 10⁻23 പാർട്ടിക്കിൾസ് ആയിരിക്കും അതിന്റെ അകത്ത് ഉണ്ടാവുക. 6.022 into 10⁻23 പാർട്ടിക്കിൾ 1 മോൾ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 4 ഗ്രാം എടുത്തിരുന്നെങ്കിലോ 4/2 എത്രയായിരുന്നേനെ? 2 മോൾ വന്നേനെ. 2 മോളിനകത്ത് എത്ര വന്നേനെ? 2 into 6.022 into 10⁻23 പാർട്ടിക്കിൾസ് വന്നേനെ. അടുത്തത് 1 ഗ്രാം ഹൈഡ്രജൻ വാതകമാണ്. അതുപോലെ തന്നെ 35.5 ക്ലോറിൻ വാതകവും. ഈ വാതകം അല്ലെങ്കിൽ എയർ എന്ന് പറയുന്ന വസ്തു എടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ഗ്യാസ് ആയിട്ടല്ല, ആറ്റമായിട്ടല്ല എടുക്കേണ്ടത്, മോളിക്യൂൾ ആയിട്ട് എടുക്കണം. മോളിക്യൂളും ആറ്റവും തമ്മിൽ എന്താണ് ബന്ധം? ഹൈഡ്രജൻ H എന്ന് മാത്രം എഴുതിയാൽ ആറ്റവും H2 എന്ന് പറഞ്ഞാൽ അത് എന്തോ ആവും? മോളിക്യൂളും ആവും ഓർക്കണം. സോ 1 ഗ്രാം ഹൈഡ്രജൻ വാതകവും 35.5 ക്ലോറിൻ വാതകവും ചേർന്നാൽ എത്ര HCl വാതകം ലഭിക്കുമെന്നാണ് ചോദ്യം. എത്ര HCl വാതകം ലഭിക്കും? അപ്പോ അതിന്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഇക്വേഷൻ എഴുതാൻ അറിയണം. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കുറെ അധികം ചോദിക്കുന്നതാണ്. ഇക്വേഷൻ എഴുതാൻ അറിയണം. H2 plus Cl2 giving 2HCl. H2 plus Cl2 giving 2HCl. ഇതാണല്ലോ 2H, ഇവിടെ 2H, ഇവിടെ 2Cl. ഈ 2 ഈ സൈഡിൽ വരുന്ന നമ്പർ 2 പേർക്കും ഉള്ളതാണ്, താഴെ വരുന്ന നമ്പർ ഒരാൾക്ക് മാത്രമുള്ളതാണ്. അപ്പൊ ഇത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആയിരിക്കും. 2 ഹൈഡ്രജൻ 2 ക്ലോറിൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ 2 ഹൈഡ്രജൻ 2 ക്ലോറിൻ. സോ ബാലൻസ്ഡ് ആണ്. ഓക്കെ, ബാലൻസ്ഡ് ആയി. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് പോവുക. 1 ഗ്രാം ഹൈഡ്രജൻ വാതകവും 35.5 ക്ലോറിൻ വാതകവുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇക്വേഷൻ അനുസരിച്ച് എത്ര വേണമെന്ന് നോക്കാം. H2 എന്ന് പറഞ്ഞാൽ 2 ഗ്രാം ആണ്. എന്താ 1 മോൾ എടുത്താൽ 2 ഗ്രാം ആവേണ്ടത്. അതുപോലെ ക്ലോറിൻ എന്ന് പറയുന്നത് 71 ഗ്രാം ആണ് അക്കോർഡിംഗ് ടു ദി ഇക്വേഷൻ വേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ 73 ഗ്രാം എന്തുണ്ടാവും? HCl.
ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എത്ര ഗ്രാമേ ഉൾപ്പെടുത്തുള്ളൂ? 1 ഗ്രാം ഹൈഡ്രജൻ വാതകവും 35 ഗ്രാം ക്ലോറിനും എടുത്താൽ 1 ഗ്രാം. അപ്പോൾ ഇവിടെ 35 ഗ്രാം എടുത്തപ്പോൾ എത്ര HCl ഉണ്ടാവും ഗ്രാമില്? നോക്കിക്കേ, അത് വലിയ പാടൊന്നുമില്ല. ഇങ്ങനെ തന്നെ എഴുതുക. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ഇങ്ങനെ എഴുതിയിട്ട് കമ്പയർ ചെയ്യുക. 2ന്റെ പകുതി 1. ഇത് മോളാർ കൺസെപ്റ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം. പക്ഷെ അതിനെക്കാട്ടൊക്കെ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ 2ന്റെ പകുതി 1. 71ന്റെ പകുതി 35. അപ്പൊ 73ന്റെ പകുതി എത്ര വരും? 36.5 ഗ്രാം ആണ് എന്തെടുക്കുക HCl ഉണ്ടാകുക. ഓക്കെ, ഇതൊരു രീതി. നമുക്കറിയാം 73 ഗ്രാം HCl അതെടുത്താൽ 2 മോളാണ്. അക്കോർഡിംഗ് ടു ഇക്വേഷൻ H2 എത്ര മോളാണ്? 1 മോൾ. ക്ലോറിൻ എത്ര മോളാണ്? 1 മോൾ. എടുത്താൽ 2 മോൾ കിട്ടും. അതായത് 2 ഗ്രാം എന്ന് പറയുന്ന ഹൈഡ്രജൻ എത്ര മോളാണ്? 1 മോൾ. 71 ഗ്രാം എന്ന് പറയുന്ന ക്ലോറിൻ എത്ര മോളാണ്? 1 മോൾ. 73 ഗ്രാം ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് എത്ര മോളാണ്? 2 മോൾ. അപ്പൊ നമ്മളോടുള്ള ചോദ്യം, ഇതിന്റെ നേർ പകുതി വീതം ഗ്രാം എടുത്താൽ എത്ര ഗ്രാം HCl ആയിരുന്നു എന്നായിരുന്നു ചോദ്യമെങ്കിൽ നമുക്ക് സിംപിളി ഇതിന്റെയൊക്കെ പകുതിയാണ്. അപ്പൊ ഇത് 36 എടുക്കാം. ഇനി നോക്കിക്കേ, ഇക്വേഷനിൽ 2 ഗ്രാം എടുത്താൽ 1 മോൾ. അപ്പോൾ 1 ഗ്രാം എടുത്താൽ എത്ര മോളാ? 1/2 മോൾ. 2ന്റെ പകുതി അല്ലെങ്കിൽ 2 ഗ്രാം എടുത്താലാണല്ലോ 1 മോൾ. 2 ഗ്രാം എന്ന് പറയുന്നത് 1 മോളാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ പകുതി 1 ഗ്രാം എന്ന് പറയുന്നത് 1/2 മോളായിരിക്കും. 71 ഗ്രാം എന്ന് പറയുന്നത് 1 മോളാണല്ലോ. അപ്പോൾ 35 എന്ന് പറയുന്നത് എത്ര മോളായിരിക്കും? 1/2 മോൾ. സോ നമ്മൾ എടുത്തത് 1 മോളായിരുന്നു. വേണ്ടത് 1 മോൾ, പക്ഷെ എടുത്തത് 1/2 മോൾ. ഇവിടെ വേണ്ടത് 1 മോൾ, എടുത്തത് 1/2 മോൾ. കിട്ടേണ്ടി ഒറിജിനൽ ഇക്വേഷൻ വെച്ചിട്ട് കിട്ടേണ്ടി ഇരുന്നത് 2 മോൾ. അപ്പോൾ കിട്ടുന്ന എത്ര മോളായിരിക്കും? 1 മോളാണ്. 36 എന്ന് പറയുന്നത് 1 മോളാണ്. ആ മോള് കണ്ടുപിടിക്കാൻ എങ്ങനെയാ? ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ മാസം എത്ര? 36. ഇതിന്റെ മോളാർ മാസം വരുന്നത് 36. 36/36 എത്ര വരുന്നുള്ളൂ? 1 മോൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരിക്കൽ കൂടി കാണിച്ചു തരാം. H2 plus Cl2 gives 2HCl എന്നാണ് ഇക്വേഷൻ വരുന്നത്. ഇത് എഴുതാൻ അറിയണം. ഈ ഇക്വേഷൻ, ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഇത് എഴുതാൻ അറിയണം. സോ H2 plus Cl2 giving 2HCl. അതിന്റെ അകത്ത് നമുക്കറിയാം ഇത് 2 ഗ്രാം, ഇത് 37 71 ഗ്രാം, 71 73 ഗ്രാം. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 1 ഗ്രാം ഹൈഡ്രജൻ 35 ഗ്രാം എന്തും എടുത്താൽ 35 ഗ്രാം ക്ലോറിൻ എടുത്താൽ എത്ര HCl ഉണ്ടാവും? നോക്കിക്കേ, 2ന്റെ നേർ പകുതി 1, 71ന്റെ നേർ പകുതി 35. അപ്പൊ 73ന്റെ നേർ പകുതി എത്രയാണ്? 36.5. ഇവിടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 1 മോൾ എന്ന് പറയുന്ന ഹൈഡ്രജൻ 1 മോൾ ക്ലോറിനുമായിട്ട് ആഡ് ചെയ്തപ്പോൾ 2 മോളാണ് HCl ഉണ്ടായത്. പക്ഷേ നോക്കിക്കേ, ഇപ്പൊ നമുക്ക് എടുത്തതിനകത്ത് എല്ലാം ഇതിന്റെ പകുതിയാവും. അപ്പോൾ മോളുകളും പകുതിയാവും. സോ 0.5 മോള് 0.5 മോളുമായിട്ട് റിയാക്ട് ചെയ്താൽ എത്ര ഉള്ളൂ ഉണ്ടാവുള്ളൂ? 1 മോള്. 2 മോളല്ലേ ഇക്വേഷൻ അനുസരിച്ച് വരേണ്ടത്. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ എത്ര മോളാണ്? 1 മോൾ HCl ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഈഥൈൻ വാതകം ഓക്സിജനുമായി പ്രവർത്തിക്കുന്നതിനെ സമീകരിച്ച, അതായത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഈഥൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം C2H6 ആണ്. അത് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, അതറിയാം നമ്മൾ ഹൈഡ്രോ കാർബൺസിൽ കണ്ടു. ഏതൊരു ഹൈഡ്രോ കാർബണും ഏതാ കമ്പസ്റ്റന് വിധേയപ്പെട്ട കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് തരുന്നത്. സോ 2C2H6 plus 7O2 gives 4CO2 plus 6H2 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കുറെ അധികം ഉണ്ട്. എന്താണ് ഫസ്റ്റ് വൺ? 2 മോൾ 7 മോളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് 4 മോളും 6 മോളും ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് C2H6 അതിന്റെ മാസ് നമ്പേഴ്സ് കാർബൺ 12 ആണ്. അപ്പോൾ 2 കാർബണിന്റെ 12 12 24. അപ്പോൾ 24 പിന്നെ 6 30 എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. സോ 60 ഗ്രാം. ഒരു ഓക്സിജന്റെ വെറും ഓയുടെ 16, ഓക്സിജന്റെ 32. 32 × 7, ഇത് 32 × 7 തവണ ഉണ്ട്.
അപ്പൊ 7 2 14, 7 3 21 22. സോ ഇത് വരുന്നത് 224 ഗ്രാം. കാർബൺ ഡൈ ഓക്സൈഡ് ഒരെണ്ണത്തിന്റെ 44. കാർബൺ ഡൈ ഓക്സൈഡ് ഒരെണ്ണം 44. കാരണം കാർബൺ 12, 32, ഓക്സിജൻ 32, 32 12 44, 44 44 88, 88 88 വരുന്നത് 8 8 116. അപ്പോ 160ഉം 88 2 8 2 16 176 ഗ്രാം എന്ന് വരും. ഒരു വെള്ളം മോളിക്യൂളിന്റെ 18 ആണ്. അതെന്തുകൊണ്ടാ 2 + 16 18. അങ്ങനെ 18 × 6 എന്ന് പറയുന്നത് 6 8 48, ശിഷ്ടം 4 6 4 4 10 108 ഗ്രാം. ഓക്കെ, പിന്നെ ഇത് 2 മോളാണ്. ഇത് എത്ര മോളാണ്? 7 മോൾ. ഇത് 4 മോൾ. ഇത് 6 മോളാണ് വേണ്ടത്. ഈ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കിട്ടിയ വസ്തുതകൾ ഇതാണ്. ഇത് ഗ്രാംസ്, ഇത് മോൾസ്. ചോദ്യം എന്ന് പറയുന്നത് 20 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകാൻ എത്ര മോൾ ഈഥൈൻ പ്രവർത്തിക്കണം? വളരെ സിമ്പിൾ. 4 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകാൻ 2 ആണ്. അതായത് 2 മോൾ ഈഥൈൻ പ്രവർത്തിച്ചാൽ 4 മോൾ ഉണ്ടാവും. നമുക്ക് വേണ്ടത് 20 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ 4 20 ആകണമെങ്കിൽ 4 × 5 ആണ് 20. അപ്പോ 2 × 5 എത്രയാണ്? 10 മോളാണ് ഏത് വേണ്ടത്? കാർബൺ ഡൈ ഈഥൈൻ. നോക്കിയേ, ഇവിടെ 4 മോൾ ഉണ്ടാവാൻ 2 മോൾ റിയാക്ട് ചെയ്യണം. അപ്പോൾ അവർ ചോദിച്ചിരിക്കുന്നത് 20 മോൾ ഉണ്ടാവാൻ എത്ര മോൾ റിയാക്ട് ചെയ്യണമെന്നാണ്. എത്രയാണ്? 5. കാരണം 4 5 ആണ് 20. അപ്പോൾ ഇവിടെയുള്ള 2നെ 5 കൊണ്ട് ഗുണിച്ചാൽ 10 മോളാണ് വേണ്ടത്. സോ ആൻസർ 10 മോൾ ഈഥൈൻ പ്രവർത്തിക്കണം. STP യിൽ എടുത്തിരിക്കുന്ന 67.2 ലിറ്റർ ഈഥൈനിൽ എത്ര തന്മാത്രകൾ ഉണ്ടെന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ. എത്ര തന്മാത്രകൾ ഉണ്ടെന്നാണ് ചോദ്യം. നമുക്കറിയാം അതിന്റെ കൺസെപ്റ്റ് എത്ര മോളിക്യൂൾ എന്നാണ് അർത്ഥം. എത്ര മോളിക്യൂൾ ഉണ്ട്. മോളിക്യൂൾ കിട്ടണമെങ്കിൽ മോള് കിട്ടിയാൽ മതി. ഒരു മോളിൽ n എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ലിറ്റേഴ്സിൽ എത്ര മോൾ ഉണ്ടെന്ന് നോക്കണം. 6. ഞാൻ ഇതിന് തൊട്ടു മുമ്പുള്ള ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നു, ലിറ്റേഴ്സിലാണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, ഗ്രാമിലാണോ, അതോ പാർട്ടിക്കിളുടെ എണ്ണത്തിന്റെ ആ ഒരു ബേസിസിലാണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് നോക്കുക. ഇത് ഏതിലാണ് തന്നിരിക്കുന്നത്? വോളിയം. സോ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു given liters divided by 22.4. നമ്മുടെ given ലിറ്റർ എത്രയായി ചോദ്യത്തിൽ? 67.2. So 67.2 divided by 22.4. അപ്പോൾ 22 22 44 22 66 4 4 8 12. സോ ഇത് എത്ര മോളാണ്? 3 മോളാണ്. ഏത്? 67.2 ലിറ്റർ എടുത്താൽ അതിനകത്ത് 3 മോള് കാണും. ഒരു മോളിൽ എത്ര തന്മാത്രകളാണ് അല്ലെങ്കിൽ എത്ര പാർട്ടിക്കിളാണ് ഒരു മോളിൽ? ഒരു മോളിൽ 6.022 into 10⁻23 പാർട്ടിക്കിളാണ്. അങ്ങനെയാണെങ്കിൽ 3 മോളിൽ എത്ര എണ്ണം കാണും? 3 മോളിൽ 3 into 6.022 into 10⁻23 പാർട്ടിക്കിൾ കാണും. ഒരു മോളിൽ 6.022 into 10⁻23. അങ്ങനെയാണെങ്കിൽ 3 മോളിൽ എത്ര കാണും? 3 into 6.022 into 10⁻23 പാർട്ടിക്കിൾസ് ആയിരിക്കും 3 മോളിൽ ഉണ്ടാവുക. സോ അടുത്ത ക്വസ്റ്റ്യൻ അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നല്ലപോലെ മനസ്സിലാക്കി ചെയ്യുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചില എലമെന്റ്സിന്റെ അറ്റോമിക് മാസ് ചുവടെ കൊടുത്തിരിക്കുന്നു. സോഡിയം 23, കാർബൺ 12, ഓക്സിജൻ, നൈട്രജൻ, ഹൈഡ്രജൻ. താഴെ കൊടുത്തിരിക്കുന്നവ കണ്ടെത്തുക. 318 ഗ്രാം Na2CO3 യിലെ തന്മാത്രകളുടെ എണ്ണം. തന്മാത്രകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, മോളിക്യൂൾസ് ആണ്. അപ്പം തന്മാത്രകൾ അല്ലെങ്കിൽ മോളിക്യൂളിന്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം മോള് കണ്ടുപിടിക്കണം. മോള് കണ്ടുപിടിക്കാൻ 318 ഗ്രാം തന്നിരിക്കുന്നത്. അപ്പൊ 3 ഇക്വേഷൻ ആണ് മോള് കണ്ടുപിടിക്കാനുള്ളത്. അതിന്റെ അകത്ത് ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം? ഗ്രാം ഉള്ള ഇക്വേഷൻ ഉപയോഗിക്കണം. ഏതാണത്? നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ് എന്നാണല്ലോ. ഗിവൺ മാസ് എത്രയാണ്? 318 ഗ്രാം Na2CO3 ആണ് തന്നിരിക്കുന്നത്. 318. മോളാർ മാസ് Na2CO3 കണ്ടുപിടിക്കാൻ പറ്റും. എന്നയുടെ എത്രയാ? 23 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പ്ലസ് അതുകൊണ്ട് എന്നെ എത്ര ഉണ്ട്? 2 തവണ. സോ 2 × 23 പ്ലസ് കാർബണിന്റെ എത്രയാ? 12. ഓക്സിജന്റെ എത്രയാ? ഒരെണ്ണത്തിന്റെ 16. അതുകൊണ്ട് എത്ര ഉണ്ട്? 3 എണ്ണം.
അപ്പോൾ 23 × 2 എത്ര വരും? 46 പ്ലസ് 12 പ്ലസ് 16 32 48. ഇത് കൂട്ടി വെക്കുമ്പോൾ 48 12 46 6 8 8 8 16 4 4 8 3 9 10 106 എന്നാണ് കിട്ടുന്നത്. എത്രയാണ് കിട്ടുന്നത്? 106. 8 2 10 16 ശിഷ്ടം 1 4 1 5 4 9 10 106 എന്ന് കിട്ടും. അപ്പൊ 318 106 എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. എത്ര മോളുകളാണുള്ളത്? 318 ഗ്രാമിൽ Na2CO3 എത്ര ഉണ്ട്? 3 മോളുകളാണുള്ളത്. അത് എങ്ങനെയാണ് കിട്ടിയത്? 318 ഗ്രാം Na2CO3 എന്നാണ് പറയുന്നത്. Na2CO3 എന്ന് പറഞ്ഞാൽ സോഡിയം കാർബണേറ്റ്. ഒരു മോൾ സോഡിയം കാർബണേറ്റിലുള്ളത് എത്രയാണ്? ഒരു മോൾ സോഡിയം കാർബണേറ്റിലുള്ളത് 106 ഗ്രാം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ 318 ഗിവൺ മാസിനെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. 318/106 എത്ര മോളാണുള്ളത്? 3 മോൾസ് ആണ് ഉള്ളത്. എത്ര മോളാണുള്ളത്? 3 മോൾസ്. ഇനി അടുത്ത് ആ ഒരു മോളിൽ അതിന്റെ ബാക്കി ഒരു മോളിൽ Na നമ്പർ ഓഫ് ആറ്റം ഉണ്ട്. Na എന്ന് പറഞ്ഞാൽ 6.022 × 1023. അങ്ങനെയാണെങ്കിൽ 3 മോളിൽ എത്ര കാണും? 3 × Na 3 × 6.022 × 1023 പാർട്ടിക്കിൾ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 85 ഗ്രാം NH3 ലെ മോളുകളുടെ എണ്ണം എത്രയെന്നാണ് ചോദ്യം. എത്ര മോളുകളുണ്ട്? 82 ഗ്രാം 85 ഗ്രാം NH3 എന്നാണ് ചോദ്യം. 85 ഗ്രാം NH3 ൽ എത്ര മോളുകൾ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ NH3 യുടെ എന്ത് കണ്ടുപിടിക്കണം? മോളാർ മാസ്. ഇനി ഏതാ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടേ? ലിറ്റർ വെച്ചിട്ടുള്ളതാണോ മോളുടെ? അല്ല. നമ്പർ ഓഫ് പാർട്ടിക്കിൾ വെച്ചിട്ടാണോ? അല്ല. എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഗ്രാം. 85 ഗ്രാം NH3 നൈട്രജൻ 14, ഹൈഡ്രജൻ 3. അതെന്തുകൊണ്ടാണ്? ഒരു ഹൈഡ്രജന്റെ 1, 3 ഹൈഡ്രജന്റെ 3. അപ്പൊ 14 3 17. സോ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് 85, മോളാർ മാസ് 17. 17 × 5 ആണ്. സോ 5 മോൾ ഉണ്ട്. 85 ഗ്രാം NH3 എടുത്താൽ അതിൽ എത്ര മോളാണുള്ളത്? 5 മോളാണുള്ളത്. എത്ര മോളാണ്? 5 മോൾ. ഓക്കെ, 5 മോൾസ് ആണ്. ഇനി ഒരു മോളിൽ 6.022 × 1023. അവർ ചോദിച്ചിട്ടില്ല, എങ്കിലും നമുക്കത് ചെയ്യാം. ഒരു മോളിൽ 6.022 × 1023. അങ്ങനെയാണെങ്കിൽ 5 മോളിലോ 5 × 6.022 × 1023 ആയിരിക്കും ആൻസർ. അടുത്തത് മാർബിളും നേർപ്പിച്ച HCl. മാർബിൾ എന്ന് പറഞ്ഞാൽ CaCO3 ആണ്, കാൽഷ്യം കാർബണേറ്റ്. അതുപോലെ HCl തന്നിട്ടുണ്ട്. ചില ക്വസ്റ്റ്യനില്, അതായത് ഇപ്പോ കാർബണും ഓക്സിജനും തമ്മിലുള്ള റിയാക്ഷൻ ഒന്നും നമുക്ക് ഒരിക്കലും ഇവര് തരില്ല. അതൊക്കെ നമുക്ക് അറിയണം. C+O2 giving CO2 ബാലൻസ്ഡ് അല്ല. ബാലൻസ്ഡ് ആണോ? അതെ, ബാലൻസ്ഡ് ആണല്ലേ. C+O2 giving CO2 അറിയണം. H2+O2 giving 2H2O എന്നുള്ള റിയാക്ഷൻ അറിയണം. H2O+O2 giving 2H2O. ഇങ്ങനെയുള്ള കുറച്ച് റിയാക്ഷൻസ്, എളുപ്പമുള്ള റിയാക്ഷൻസിന്റെ ഇക്വേഷൻസ് തരില്ല. ഇത്തിരി പാടായിട്ടുള്ളതും 10th നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടതില്ലാത്തതുമായിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ തരും. ഇപ്പൊ ഉദാഹരണത്തിന് മാർബിളും HCl തമ്മിലുള്ള റിയാക്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അനലൈസ് ചെയ്യണം. 2 മോൾ കാർബൺ CaCO3 മതിയായ അളവിൽ HCl-യുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എത്ര ഗ്രാം ജലം ലഭിക്കും എന്നാണ് ചോദ്യം. അത് ഞാൻ പറഞ്ഞിരുന്നു, ഇതുകൂട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കാൽഷ്യം കാർബണേറ്റിന്റെ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയണം. കാൽഷ്യത്തിന്റെ മാസ് എത്രയാ? 20. കാർബണിന്റെ 12. അപ്പോ സോറി, കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ ആണെന്ത്? കാൽഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ 20ഉം മാസ് നമ്പർ 40ഉം ആണ്. കാർബണിന്റെ മാസ് നമ്പർ 12 ആണ്. ഓക്സിജന്റെ 16 ആണ്. സോ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ CaCO3 കിട്ടുന്നത് Ca 40, C 12, ഓക്സിജൻ 3 എടുക്കുമ്പോൾ 48. അപ്പൊ 8 2 10, 4 1 5, 6 4 10. CaCO3 100 ഗ്രാം. ഓക്കെ, HCl ഒരു Cl-ന്റെ 35.5, ഒരു H-ന്റെ 1. അപ്പൊ 36.5 എന്ന് HCl വരും. 36.5 36.5 എത്രയാ? 71. 100 ഗ്രാം 71 റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2 ക്ലോറിന്റേത്. ഒരു ക്ലോറിന്റെ 35.5, 2 ക്ലോറിന്റെ 71. 71ന്റെ കൂടെ 40 കൂട്ടിയാൽ 111. കാൽഷ്യത്തിന്റെ 40,
ക്ലോറിന്റെ 71, അപ്പോ 1 7 4 111, അപ്പോൾ ഇത് 111 തന്നെയാണ്. H2O നമുക്ക് എല്ലാവർക്കും അറിയാം 2 + 16 18, കാർബൺ ഡൈ ഓക്സൈഡ് 12 + 32 44. ഇങ്ങനെ എല്ലാ മാസുകളും ഞാൻ കണ്ടുപിടിച്ചു. ഇനി മോൾസ് വേണമെന്ന് നമുക്ക് എഴുതാം. 1 മോൾ, 2 മോൾ, 1 മോൾ, 1 മോൾ, ഇതും 1 മോളാണ്. അപ്പോൾ 1 മോൾ കാൽഷ്യം കാർബണേറ്റ് 2 മോൾ HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 1 മോൾ കാൽഷ്യം ക്ലോറൈഡും 1 മോൾ H2O-യും 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നു. ചോദ്യം, 2 മോൾ CaCO3 മതിയായ അളവിൽ HCl-മായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എത്ര ഗ്രാം ജലം ലഭിക്കുമെന്നാണ്. അതായത് 1 മോൾ കാൽഷ്യം കാർബണേറ്റ് റിയാക്ട് ചെയ്താൽ 1 മോൾ വെള്ളം ലഭിക്കും. കണ്ടോ, 1 മോൾ. ഇവിടെ മോളും അടിസ്ഥാനത്തിലാണ് ചോദിച്ചിരിക്കുന്നത്, ഗ്രാം അടിസ്ഥാനത്തിലല്ല. മോൾ ബേസിസ് ചെയ്തിട്ട് ആൻസർ ചെയ്താൽ മതി. 1 മോൾ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന 1 മോൾ റിയാക്ട് ചെയ്തിട്ട് 1 മോൾ വെള്ളം തരും. അങ്ങനെയാണെങ്കിൽ ഇവർ ചോദിച്ചിരിക്കുന്നത് 2 മോൾ കാൽഷ്യം കാർബണേറ്റ് എടുത്താൽ എത്ര മോൾ വെള്ളം കിട്ടുമെന്നാണ്. അക്കോർഡിംഗ് ടു ഇക്വേഷൻ 2 മോൾ എടുത്താൽ എന്ത് തന്നെ കിട്ടും? 2 മോൾ തന്നെ കിട്ടും. നമുക്ക് എത്ര മോൾ ജലം ലഭിക്കുന്നു? 36 ഗ്രാമിന് ഇക്വലന്റ് ആയിട്ടുള്ള ആ ജലം ലഭിക്കും. 36 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 മോൾ എന്ന് പറഞ്ഞാൽ 18. അപ്പൊ 36 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 മോളാണ്. സോ ഇത് കണ്ടില്ലേ, ഇക്വേഷൻ അനുസരിച്ച് 1 മോൾ കാൽഷ്യം കാർബണേറ്റും 2 മോൾ HCl പ്രവർത്തിക്കുമ്പോൾ 1 മോൾ തന്നെ വാട്ടർ ലഭിക്കുന്നു. 1 മോൾ ജലം 18 ഗ്രാമാണ്. അപ്പൊ 2 മോൾ കാൽഷ്യം കാർബണേറ്റ് എത്ര നോക്കിയേ, 1 മോളിന് 2 മോൾ HCl വേണം. അപ്പൊ 2ന് എത്ര വേണം? 4 വേണം. 4 മോൾ HCl ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് എത്ര വെള്ളം തരും? 2 മോൾ വെള്ളം തരും. നമ്മളോട് ഇവർ ചോദിച്ചിരിക്കുന്നത് ജലം എത്ര ഗ്രാം ജലം ലഭിക്കുമെന്നാണ്. അപ്പോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നോക്കാം. 1 മോൾ റിയാക്ട് ചെയ്തപ്പോൾ 1 മോൾ തന്നെ. അങ്ങനെയാണെങ്കിൽ 2 മോൾ കാൽഷ്യം കാർബണേറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ 2 മോൾ ജലം തന്നെ. അത് കഴിഞ്ഞിട്ട് ആലോചിക്കേണ്ടത് 1 മോൾ ജലത്തിന് 18 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 2 മോൾ ജലത്തിന് എത്ര ഗ്രാം? 18 18 36 ഗ്രാം എന്നാണ് ആൻസർ കിട്ടുന്നത്. 36. ഓക്കെ, അതിങ്ങനെയാണ് 1 മോൾ റിയാക്ട് ചെയ്യുമ്പോൾ 1 മോൾ തന്നെ കിട്ടുന്നു. അപ്പൊ 2 മോൾ കാൽഷ്യം കാർബണേറ്റ് റിയാക്ട് ചെയ്താൽ 2 മോൾ തന്നെ. 1 മോൾ എന്ന് പറഞ്ഞാൽ 18 ഗ്രാം. അങ്ങനെയാണെങ്കിൽ 2 മോൾ എന്ന് പറഞ്ഞാൽ 18 × 2 36 ഗ്രാം ആണ് ലഭിക്കുന്നത്. അടുത്തത് 500 ഗ്രാം CaCO3 മതിയായ അളവിൽ HCl-മായി പ്രവർത്തിക്കുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വാതകത്തിന്റെ വ്യാപ്തം എത്രയാണ് ചോദ്യം. അവർ അറ്റോമിക് നമ്പർ എല്ലാം മാസ് നമ്പറും ഒക്കെ തന്നിട്ടുണ്ട്. നോക്കിക്കേ, ആദ്യം നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് വ്യാപ്തം. വോളിയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. അവർ കമ്പയർ ചെയ്യാൻ തന്നിരിക്കുന്നത് മതിയായ അളവിൽ, അതായത് നമുക്ക് ഈ കമ്പാരിസൺ തന്നെ എടുക്കാം. ഈ ഒരു മാസിന്റെ ബേസിസിലോ അല്ലെങ്കിൽ മോളുടെ ബേസിസിലോ ഒക്കെ കമ്പയർ ചെയ്യാൻ എടുക്കാം. മോളുടെ ബേസിസിലാണ് ഇവിടെ എന്ത് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് എളുപ്പം വ്യാപ്തം. അവിടെ മനസ്സിലാക്കേണ്ടത് 1 മോൾ വസ്തു എടുത്താൽ എത്രയാണ് വ്യാപ്തം? വോളിയം അതിന്റെ 22.4 ലിറ്റർ. അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന 500 ഗ്രാം CaCO3 ആണ്. 500 ഗ്രാം CaCO3 വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. നോക്കിക്കേ, 100 ഗ്രാം CaCO3 എടുത്താൽ കാർബൺ ഡൈ ഓക്സൈഡ് എത്രയാണ് കിട്ടുന്നത്? 44. അല്ലെങ്കിൽ നമുക്ക് പറയാം 1 മോൾ എടുത്താൽ അപ്പോൾ 1 മോൾ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അത് എഴുതി വെക്കാം നമുക്ക്. 1 മോൾ എന്തെടുത്താൽ 1 മോൾ CaCO3 എടുത്താൽ 1 മോൾ CO2 കിട്ടും. 1 മോൾ CaCO3യുടെ 100 ഗ്രാം ആണ്. അപ്പോൾ ഇവിടെ 44 ഗ്രാം ആണ് കിട്ടിയത്. നമ്മൾ എടുത്തത് എത്രയാ? 500. അതായത് ഇതിനെ ഞാൻ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്തു? 5. അപ്പൊ 44നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 5. 44 × 5 എത്രയാ? 220 ഗ്രാം ആണ് എന്ന് കിട്ടുന്നത്, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നത്. ഓക്കെ, 1 മോൾ റിയാക്ട് ചെയ്തപ്പോൾ 1 മോൾ തന്നെ കിട്ടി. നമ്മളോട് ഗ്രാംസ് ആയിരുന്നു ചോദിച്ചിരുന്നെങ്കിൽ 500 ഗ്രാം റിയാക്ട് ചെയ്യുമ്പോൾ 100 500 ആകണമെങ്കിൽ 5 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പൊ 44 5 കൊണ്ട് ഗുണിച്ചാൽ 220 ആവും. അതായത് 500 ഗ്രാം CaCO3 റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. അതായത് 1 മോൾ റിയാക്ട് ചെയ്താൽ 1 മോൾ, 5 മോൾ റിയാക്ട് ചെയ്തപ്പോൾ 5 മോൾ ലഭിക്കണം. 5 മോൾ ലഭിക്കണം. ഇനി അടുത്തത് 1 മോൾ 22.4 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ നമുക്ക്
ഇവിടെ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് കിട്ടിയത്? 5 മോൾ. അതെങ്ങനെയാണ് കിട്ടിയത്? കാരണം 44 × 5 അതായത് ഒരു മോളിൽ 44 ഗ്രാം, 5 മോളിൽ 220 ഗ്രാം. സോ 5 മോൾ ആവുമ്പോൾ 22.4 into 5 എന്ന് എഴുതാം. 22.4 into 5. ഒന്നുകൂടെ ഈ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. ഈ ക്വസ്റ്റ്യനിൽ ഇതുപോലുള്ള ഇക്വേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യനിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് ഈ മോളും അതുപോലെ ഈ ഒരു മാസിന്റെ ബേസിസിലും എഴുതാൻ നമുക്ക് സാധിച്ചാൽ ഉറപ്പായിട്ടും ആൻസറിലേക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എത്താൻ സാധിക്കും. കമ്പയർ ചെയ്താൽ മതി. ഇവിടെ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ 2 മോൾ CaCO3 റിയാക്ട് ചെയ്താൽ 1 മോൾ റിയാക്ട് ചെയ്യുമ്പോൾ 1 മോൾ തരും. അപ്പൊ 2 മോൾ റിയാക്ട് ചെയ്താൽ 2 മോൾ തരണം. അപ്പോൾ 1 മോളിന്റെ 18, അപ്പൊ 2 മോളിന്റെ എത്ര? 36. രണ്ടാമത്തെ ചോദ്യം 500 ഗ്രാം CaCO3 ഉണ്ടായാൽ എത്ര വോളിയം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്ന? നോക്കിയാൽ 1 മോൾ റിയാക്ട് ചെയ്താൽ 1 മോൾ തന്നെ കിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് അക്കോർഡിംഗ് ടു ഇക്വേഷൻ. ഇക്വേഷൻ അനുസരിച്ച് പോയാൽ മതി. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, ചില ഇക്വേഷൻ തന്നിട്ടില്ലെങ്കിൽ അത് നമുക്ക് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ അറിയിട്ടില്ലെങ്കിൽ ആ ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 1 മോൾ എന്ന് പറയുന്നത് ബേസിക്കലി 100 ഗ്രാം ആണ് കാൽഷ്യം കാർബണേറ്റ്. ആ 1 മോൾ റിയാക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് 100 ഗ്രാം ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ 500 ഗ്രാം ആണെങ്കിൽ 1 ആയിരുന്നെങ്കിൽ 100. അപ്പോൾ 500 എടുത്താൽ എത്ര മോളാണ്? 5 മോൾ. ഇനി നേരെ ഇങ്ങോട്ട് നോക്കുക. 1 മോൾ ആയിരുന്നെങ്കിൽ ഇവിടെയും 1 മോൾ. കാൽഷ്യം കാർബണേറ്റ് 1 മോൾ ആണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡും 1 മോൾ. നമുക്ക് കിട്ടിയ 500 ഗ്രാം എന്ന് പറയുമ്പോൾ കാൽഷ്യം 5 മോൾ ആണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര വേണം? 5 മോൾ. ഇനി അതിനെ വോളിയത്തിലോട്ടാക്കണം. വോളിയത്തിലോട്ടാക്കണമെങ്കിൽ 1 മോൾ എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റേഴ്സ് ആണ്. 5 എന്ന് പറയുമ്പോൾ 5 മോൾ എന്ന് പറയുമ്പോൾ എത്രയാ ചെയ്യേണ്ടത്? അപ്പോൾ 5 × 22.4 ലിറ്റേഴ്സ് ആണ്. ഓക്കെ. അടുത്തത് കാർബൺ മോണോക്സൈഡ് വാതകം നിരോക്സീകാരിയാണ്. കാർബൺ മോണോക്സൈഡ് വാതകം ഒരു നിരോക്സീകാരിയാണ്. അത് കഴിഞ്ഞിട്ട് തന്നിരിക്കുന്നത് കാർബൺ മോണോക്സൈഡ് ഉപയോഗിച്ച് Fe2O3 യെ നിരോക്സീകരിക്കുന്നത് ചൂടെ കൊടുത്തിരിക്കുന്നു. അതൊക്കെ ഓക്കെ. നമുക്ക് ഈ ഒരു ഇക്വേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. Fe2O3 ഇക്വേഷൻ എന്ന് പറയുന്നത് വന്നിരിക്കുന്നത് Fe2O3 ഇക്വേഷൻ വന്നിരിക്കുന്നത് Fe2O3 plus 3CO gives 2Fe plus 3CO2 എന്നാണ് ആ ഒരു ഇക്വേഷൻ വന്നിരിക്കുന്നത്. അത് നമുക്ക് എഴുതാം. Fe2O3 plus 3CO Fe2O3 plus 3CO Fe2O3 plus 3CO 2Fe plus 3CO2 2Fe plus 3CO2 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അയണിന്റെ മാസും എല്ലാവരും തന്നിട്ടുണ്ടാവും ഉറപ്പായിട്ടും. ആ ക്വസ്റ്റ്യൻ ലാസ്റ്റ് അയണിന്റെ 56, ഓക്സിജന്റെ 16, കാർബണിന്റെ 12. ഓക്കെ. അപ്പൊ അയൺ എത്ര പ്രാവശ്യം ഉണ്ട്? 2 പ്രാവശ്യം. നമ്മൾ ആദ്യം മാസ് കണ്ടുപിടിക്കുക. പ്ലസ് 16 × 3. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതാണ് Fe2O3 യുടെ മാസ്. കാർബൺ 12, ഓക്സിജൻ 32 ആണോ 16 ആണോ? 16. അത് കൂട്ട് എത്ര എണ്ണം? 3 എണ്ണം. Fe 56, അത് കൂട്ട് എത്ര എണ്ണം? 2 എണ്ണം. കാർബൺ ഡൈ ഓക്സൈഡ് ഒരെണ്ണം 44 × 3. ഇനി ഇത് ഗ്രാമിന്റെ കാര്യങ്ങൾ നമ്മൾ എഴുതാം. ഇനി മോളിന്റെ എഴുതാം. Fe2O3 1 മോള്, കാർബൺ മോണോക്സൈഡ് 3 മോള്, Fe 2 മോള്, കാർബൺ ഡൈ ഓക്സൈഡ് 3 മോള്. ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഈ പ്രവർത്തനത്തിലൂടെ 28 ഗ്രാം ഇരുമ്പ് ലഭിക്കുവാൻ എത്ര ഗ്രാം Fe2O3 ആവശ്യമാണെന്നാണ് ചോദ്യം. 28 ഗ്രാം ഇരുമ്പ് ലഭിക്കാൻ നമുക്കറിയാം. ഇവിടുത്തെ ടോട്ടൽ നമുക്കൊന്ന് കൂട്ടിയിട്ട് എഴുതാം. 56 × 2 എന്ന് പറഞ്ഞാൽ 156, 6 അപ്പൊ 112. 16 × 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 48. 48ഉം 2ഉം 50. 50ഉം 10ഉം 60. സോ ഇവന്റെ മാസ് വരുന്നത് 160 ആണ്. 160. ഇവന്റെ കാർബൺ മോണോക്സൈഡ് 3 എണ്ണത്തിന്റെ മാസ് വരുന്നത് 12, 6, 18, 10, 28. 28 എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യമാണുള്ളത്. അപ്പൊ 28 × 3 8, 3 24, 2, 3 6, 2, 8 84 എന്ന് വരും. ഇവിടെ 56 × 2 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നത് 112 ആണ്. 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112 × 2 112
അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് 44 × 3 44 44 88 88ഉം 44 കൂട്ടിയാൽ 8 4 12 8 4 12 1 13 132 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്തൊക്കെ എഴുതി? മാസും എഴുതി, മാസും കണ്ടുപിടിച്ച് എഴുതി, മോളും നമ്മൾ ആ ഒരു ഇക്വേഷനിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. നമ്മളോടുള്ള ആദ്യത്തെ ചോദ്യം, ഈ പ്രവർത്തനത്തിലൂടെ 28 ഗ്രാം ഇരുമ്പ് ലഭിക്കുവാൻ എത്ര ഗ്രാം Fe2O3 ആവശ്യമാണെന്നാണ്. 28 ഗ്രാം. നോക്കിക്കേ, ഇവിടെ എത്ര ഗ്രാം ആണ് കിട്ടിയത്? 112 ഗ്രാം. 112 ഗ്രാം ആണ് എത്ര Fe കിട്ടിയത്. എത്ര യൂസ് ചെയ്തപ്പോൾ? 160 യൂസ് ചെയ്തപ്പോൾ. അപ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നോക്കിക്കോളൂ. 112 ഗ്രാം കിട്ടാനായിട്ട് Fe 112 ഗ്രാം കിട്ടാനായിട്ട് 160 ഗ്രാം യൂസ് ചെയ്തു. 112 ഗ്രാം കിട്ടാനായിട്ട് 160 ഗ്രാം നമ്മൾ യൂസ് ചെയ്തു. വേറെ മോളാർ കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം വേറെ ഉണ്ട്. പക്ഷേ ഇത് എളുപ്പവഴികളാണ് പറഞ്ഞു തരുന്നത്. 112 കിട്ടാൻ 160 യൂസ് ചെയ്തു. അപ്പോൾ 1 × 112 എന്ന് പറയുന്നത് കിട്ടാനും 160 തന്നെയാണ്. കാരണം എന്താ? 1 × 112 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 112 ഗ്രാം Fe. ഇത് ഏതാണ്? Fe2O3. Fe2O3 Fe2CO3 അല്ല, Fe2O3. നോക്കിയേ, 1 × 112 ഗ്രാം Fe കിട്ടാനും 160 ഗ്രാം ആണ് നമ്മൾ യൂസ് ചെയ്തത്. 112 ഗ്രാം കിട്ടാൻ 160. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം Fe ആകാൻ 1 ഗ്രാം Fe കിട്ടാൻ ഈ 112നെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ 160/112. അപ്പൊ 1 ഗ്രാം കിട്ടിയ നോക്കിയ 112 160. 1 × 112 160. 1 ഇവിടെ ഞാൻ നിലനിർത്തിയിട്ട് 112നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി. അപ്പൊ 160/112. അങ്ങനെയാണെങ്കിൽ നമ്മളോട് എത്ര ഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 28 ഗ്രാം Feക്ക് വേണ്ടി ഇവിടെ 1നെ 28 കൊണ്ടാണ് ഗുണിച്ചത്. അപ്പോൾ ഈ സൈഡിൽ 160/112 × 28 എന്ന് ചെയ്യണം. ഓക്കെ, 28 എന്ന് ചെയ്യണം. 28 × 4 112 എന്ന് കിട്ടി. അതായത് 112 ൽ 28 4 പ്രാവശ്യമാണുള്ളത്. ഇത് വെട്ടിയിട്ട് 4 ആക്കാം. 160ൽ എത്ര? 4 40 പ്രാവശ്യം. സോ ദ ആൻസർ ഈസ് 40. 160ൽ 4 എത്ര പ്രാവശ്യം? 40 പ്രാവശ്യമാണ്. അതായത് 28 ഗ്രാം Fe വേണമെങ്കിൽ 40 ഗ്രാം എന്ത് ചെയ്യണം? Fe2O3 റിയാക്ട് ചെയ്യണം. ഇനി ഒരു സിംപ്ലസ്റ്റ് സ്റ്റെപ്പ് കൂടെ ഉള്ളത്. അതെന്താണെന്ന് കാണിച്ചു തരാം. നോക്കിക്കേ, 112 ആണ് ബേസിക്കലി ഈ ഒരു കെമിക്കൽ ഇക്വേഷനിൽ നിന്ന് ഈ Feയുടെ ആ ഒരു മാസ് എടുക്കുന്നത് 112. ഈ ബേസിക് ഇക്വേഷനിൽ നിന്ന് 160 ആണ് Fe2O3. അപ്പൊ ഞാൻ അങ്ങനെ എഴുതുന്നു. Fe2O3 160 എടുത്താൽ Fe നമുക്ക് എത്ര കിട്ടുമെന്നാണ് ഇക്വേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്? 112 ഗ്രാം കിട്ടുമെന്നാണ് ഇക്വേഷൻ പറഞ്ഞു തരുന്നത്. 112. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 28 ഗ്രാം ഇരുമ്പ് ലഭിക്കണമെങ്കിൽ 112നെ 28 ആക്കണമെങ്കിൽ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. സോ 28 ഇത് 40. സോ 40 ഗ്രാം റിയാക്ട് ചെയ്താൽ 28 ഗ്രാം എന്തുണ്ടാവും? Fe ഉണ്ടാവും. ഇത് നമ്മൾ മോൾ കൺസെപ്റ്റ് വെച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. നമ്മൾ ഇവിടെയുള്ള ഈ ഒരു ഇക്വേഷൻ ബേസിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്ത് ചെയ്യുന്നതാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഓൾറെഡി മാസ് ചെയ്യുന്നുണ്ട്. ആ മാസിനെ കമ്പയർ ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഡ്യൂ ടു കൺസർവേഷൻ ഓഫ് മാസ്. ആ ഒരു കൺസർവേഷൻ ഓഫ് മാസ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഈ ഒരു ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഉണ്ടാവുന്നത്. സോ നമുക്ക് ഇങ്ങനെ ആൻസർ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്തതായിട്ട് 320 ഗ്രാം Fe2O3യെ പൂർണ്ണമായും നിരോക്സീകരിക്കാൻ, അതായത് റിഡോക്സ് അല്ലെങ്കിൽ റിഡക്ഷൻ ചെയ്യാൻ എത്ര കാർബൺ മോണോക്സൈഡിന്റെ വ്യാപ്തം വേണമെന്നാണ്. അതായത് വോളിയം വേണമെന്നാണ്. വോളിയം വേണമെങ്കിൽ ആദ്യം മോള് കണ്ടുപിടിക്കുക. മോള് കണ്ടുപിടിച്ചാൽ ഒരു മോളിൽ 22.4 ലിറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ എത്ര മോളാണ് കിട്ടുന്നത്? അതിനെ 22.4 ചെയ്താൽ മതി, മോള് കിട്ടും. അതിനർത്ഥം 320 ഗ്രാം Fe2O3 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് കാർബൺ മോണോക്സൈഡിന്റെ വ്യാപ്തം എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ Fe2O3 320 ഗ്രാം ഉണ്ടാവാനായിട്ട് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് മാസ് വേണമെന്ന് ആദ്യം കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ചിട്ട്
കാർബൺ മോണോക്സൈഡിന്റെ വ്യാപ്തത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. നമുക്ക് ഇക്വേഷൻ അതായിരിക്കണം എന്നും ബേസ്. ഇക്വേഷനിൽ എത്രയാണ് Fe2O3 തന്നിരിക്കുന്നത്? 160. ഓക്കെ, 160 320 ആയി. ബേസിക് ഇക്വേഷനിൽ കാർബൺ മോണോക്സൈഡ് എത്രയാണ് എടുത്തത്? 84. 160 320 ആയാൽ 2 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ 84നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 80 160. സോ 168 ഗ്രാം കാർബൺ മോണോക്സൈഡ് വേണം. ആ കാർബൺ മോണോക്സൈഡിന്റെ ഗ്രാംസ് നമ്മളോട് ചോദിച്ചിട്ടില്ല. എന്താണ് വ്യാപ്തം അല്ലെങ്കിൽ വോളിയമാണ് ചോദിച്ചിരിക്കുന്നത്. അത് നോക്കിയിട്ട് ഇത് എങ്ങനെ ചെയ്യും എന്നുള്ള ആ ഒരു ടെൻഷൻ ഒന്നും നമുക്ക് വേണ്ട, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം നമുക്കറിയാം 84 എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡിന്റെ എത്ര മോളാണ്? 3 മോളാണ്. 3 മോൾ ആണ് കാർബൺ മോണോക്സൈഡിന്റെ 84 ഗ്രാം എന്ന് പറയുന്നത്. കാരണം ഇനി നമുക്ക് ഒറ്റ കാര്യം നോക്കിയാൽ മതി. നോക്കിയേ, ഇത് 320 ആയി, 160 ആയിരുന്നു. 320 ആയാൽ ഇൻറ്റു 2, അപ്പോൾ 84 ഇൻറ്റു 2 168 ആയി. അങ്ങനെയാണെങ്കിൽ 168 ഗ്രാമിൽ എത്ര മോൾ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ഈ കാർബൺ മോണോക്സൈഡിന്റെ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 168/28. അത് മിക്കവാറും 8 പ്രാവശ്യമേ കാണത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ 6 പ്രാവശ്യം, 6 8 48, 6 2 12 14. സോ എത്ര പ്രാവശ്യമാണ്? 6 മോൾ. എടാ, ഒരു മോളിൽ 22.4 ലിറ്റേഴ്സ് ആണെങ്കിൽ 6 മോളിൽ എത്ര ആയിരിക്കും? 6 × 22.4 ലിറ്റേഴ്സ് നമ്മൾ ചെയ്താൽ മതി. ഒരു മോളിൽ 22.4 ലിറ്റേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ 6 മോളിൽ എത്രയായിരിക്കും? 6 × 22.4 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. 6 × 22.4 ലിറ്റേഴ്സ് ചെയ്താൽ ആൻസർ കിട്ടും. ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. Fe2O3 160 ആണ് ബേസിക് ഇക്വേഷനിൽ വേണ്ടത്. ബേസിക് ഇക്വേഷനിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് 84 ഗ്രാം കാർബൺ മോണോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ഇവിടെ ഇക്വേഷനിൽ തന്നിരിക്കുന്നത് 160ന്റെ നേരെ ഇരട്ടി, അപ്പോൾ 320. ഇത് ഇരട്ടി എടുത്താൽ 84ന്റെ നേരെ ഇരട്ടി 168 ഗ്രാം കാർബൺ മോണോക്സൈഡ് വേണം. അപ്പോൾ കാർബൺ മോണോക്സൈഡ് 168 ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് മോൾസ് കിട്ടാൻ 168 നമ്പർ ഓഫ് മോൾസ് V1 മാസ് ബൈ മോളാർ മാസ് 28 ആണ്. സോ അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് മോൾസ് 6 ആണ്. ഓക്കെ, ഒരു മോളിൽ 22.4 ലിറ്റേഴ്സ് ആണെങ്കിൽ 6 മോളിൽ എത്ര വരും? 6 × 22.4 ലിറ്റേഴ്സ് ആണ് വരുന്നത്.